ആൾക്കാർക്ക് നിന്നെ കൊല്ലാൻ എന്താ ഇത്ര തിടുക്കം? I don't know. വിമൻ പേടിപ്പിച്ച് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ആണുങ്ങളെ. ഞാനെന്താ സ്ത്രീയല്ലേ? എടുത്തടിച്ച് പറയുന്നത് പോലെയൊന്നും പറയാൻ ഒരു ജെനുവിൻ വിക്ടിമിന് പറ്റില്ല. Of course, born, raised in Bahrain. Very simple family. Like any Pravasa family, same രീതിയിൽ തന്നെയാണ് നമ്മുടെ കുടുംബവും. So it's just എനിക്ക് സിബ്ലിങ്സ് ഇല്ല, ബ്രദർ സിസ്റ്റർ ഒന്നുമില്ല. സിനിമയിലേക്ക് ആ സമയത്ത് ഒരു പക്ഷേ ഞാൻ ആ 16-17 വർഷം മുമ്പ് ഞാൻ 16 years now. 16 years മുമ്പ് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ I don't think I was really made for cinema because I always believed that I'm very academically inclined ആയിരുന്നു. ഡാഡിയെ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ആവണമെന്നായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. ബിക്കോസ് I don't think growing up in the Middle East as an only child എനിക്ക് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. I was a person of very limited ambition. My biggest ambition was to get married and have a lot of kids. Because I'm an only child. ഞാൻ ഒരു ഒറ്റ കുട്ടിയാണ്. So I grew up a very, very I would say middle class life, well supported by my father. ഞാൻ ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ my dad has always pushed me to be at my best. He's always given me full freedom. And ആ സമയത്തെ സാഹചര്യങ്ങൾക്ക് എത്രമാത്രം ഫ്രീഡം ഒരു പെൺകുട്ടിക്ക് കൊടുക്കാമായിരുന്നു അതൊക്കെ എനിക്ക് ഡാഡി തന്നിട്ടുണ്ട്. ഹീസ് ട്രൈ ടു സെൻഡ് മീ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ക്ലാസ്സസ്. പക്ഷേ ഞാൻ ലാൻഡ് ചെയ്യണ്ടേ എവിടെയെങ്കിലും. കുറച്ച് അത്യാവശ്യം വണ്ണം ഉണ്ടായിരുന്നു ഗൾഫിലെ ഫുഡൊക്കെ കഴിച്ചിട്ട്. ആ സമയത്ത് ഫുൾ ടൈം ബർഗറും പിzzയും കോക്കൊക്കെ ആയിരുന്നു സ്റ്റേപ്പിൾ. പേരൻസ് വേണ്ടാന്ന് പറയില്ലായിരുന്നു. പക്ഷെ ഞാൻ തന്നെ ഒരു ഏജ് എത്തി. എനിക്ക് തോന്നുന്നു ഫുൾ ഫ്രീഡം വെച്ച് വളരുമ്പോഴാണ് നമ്മൾ നമ്മുടെ തന്നെ ബൗണ്ടറീസ് നമ്മൾ കണ്ടുപിടിക്കും. യുനോ ദാറ്റ് യു ഫൈൻഡ് യുവർ ഓൺ ബിക്കോസ് യു മേഡ് മിസ്റ്റേക്സ്, റൈറ്റ്? ആൻഡ് ദെൻ യു ലേൺ വെയർ യു വോണ്ട് ടു സെറ്റ് യുവർ ബൗണ്ടറീസ്. അങ്ങനെ ഐ റിമെമ്പർ 12 years, when I was 12 or 13 years of age, ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം പറയാം, ഞാൻ ഇനി മുതൽ ബർഗറും കഴിക്കില്ല, പിzzയും കഴിക്കില്ല, കോക്കും അതും. അങ്ങനെ 7 years I was completely off of fast food and fizzy drinks. അങ്ങനെ നന്നായി വെയിറ്റ് കുറഞ്ഞു. അപ്പം സോ ദീസ് ആർ ഐ തിങ്ക് എവറി ഗൾഫ് കുട്ടികൾ അന്ന് ഫേസ് ചെയ്തിരുന്ന ഒരുപാട് അന്ന് ഇൻട്രാക്ഷൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു. ബിക്കോസ് വി ഡോണ്ട് ഹാവ് സോഷ്യൽ മീഡിയ. കസിൻസ് തന്നെ ആരും ബഹ്റൈനിൽ അങ്ങനെ പറയാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. സോ ഒരു ഒറ്റപ്പെടൽ എന്തായാലും ഞാൻ അനുഭവിച്ചിരുന്നു ബഹ്റൈനിൽ. ബിക്കോസ് ഒരു വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഫാമിലിയാണ്. നമ്മൾ സായി ഭക്തരാണ്. അപ്പം തേഴ്സ്ഡേ നമ്മളെല്ലാവരും ഭജന് പോകുന്നതാണ് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് യുനോ ബാലവിഹാർ ക്ലാസ്സും ഇതൊക്കെ ആയിട്ട്. സംഗീതം എനിക്ക് തോന്നുന്നു ഡാഡി ഡാൻസിലും സ്പോർട്സിലും മ്യൂസിക്കിലും എല്ലാം വിട്ടതിന് ശേഷം ഞാൻ പോയി വീണത് മ്യൂസിക്കിലാണ്. കാരണം മ്യൂസിക് നോക്കിക്കഴിഞ്ഞാലും ഒരു വളരെ നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ സ്പേസിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കലയാണ്, പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു കലയാണ് മ്യൂസിക്. സോ ഐ തിങ്ക് ഐ റിലേറ്റഡ് വെരി വെൽ ടു മ്യൂസിക്. അങ്ങനെ കർണാട്ടിക് പഠിച്ചു, ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിച്ചു. സോ ഇതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ലിറ്റിൽ ലൈഫ്. ആ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഐ ഫെൽറ്റ് വെരി ഫസ്റ്റ് തിങ് ഇസ് യു ഫീൽ ഗ്രേറ്റ്ഫുൾ, റൈറ്റ്? ദാറ്റ് ഇതുപോലെയുള്ളൊരു കഥ എഴുതാൻ കഴിവുള്ള റൈറ്റേഴ്സ് നമുക്കുണ്ട്. വാവ്, ദിസ് ഇസ് അമേസിങ്. ഐ വാസ് ലൈക്ക് ഡിജോ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഷാരിസ് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഐ എം ലൈക്ക് ഓൺ ക്ലൗഡ് 9. ലൈക്ക് വാട്ട് എ സ്റ്റോറി ആൻഡ് വാട്ട് എ ട്രീറ്റ്മെൻറ്റ്. ബിക്കോസ് അവർ ഈ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് നിങ്ങൾ കണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. വിച്ച് മീൻസ് ദിസ് ഡയറക്ടർ റൈറ്റർ ഡ്യൂ ഇസ് വെരി വെൽ പ്രിപ്പയർഡ്. അങ്ങനെ പ്രിപ്പയർഡായിട്ട് വരുന്ന ആൾക്കാർ 10-1 ഒരു പക്ഷേ നമുക്ക് കിട്ടുമായിരിക്കും. സോ ഫസ്റ്റ് തിങ് യു ഫീൽ ഇസ് gratitude. Second thing you feel is very lucky because they've even brought that subject to you. And obviously the next question is, ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ഏകദേശം ആയോ? അപ്പം അവർ പറഞ്ഞു ആ പോലീസിൻ്റെ ക്യാരക്ടറിന് നമ്മൾ സുരാജ് ചേട്ടനായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈക്ക് ലോയറൊന്നും ആയിട്ടില്ല. ആ സമയത്ത് ആരും ആയിട്ടില്ല. സെക്കൻഡ് കാസ്റ്റിംഗ് ആയിരുന്നു സബാ മറിയം. The character pretty much is like the soul, the heart of the film, right? It's the beating heart of the film. അപ്പോൾ ആ ഹാർട്ട് ബീറ്റിനെ നിങ്ങൾ സൈലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് ഓർ ദ റിപ്പിൾ എഫക്റ്റ്, റൈറ്റ്, ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ്, ആ ഇംബാലൻസ്
That is on one side. പക്ഷേ സബാ മറിയത്തിൻ്റെ ഡെത്ത് ഇസ് ബീയിങ് സെലിബ്രേറ്റഡ്, ബട്ട് ആർ യു ഈവൻ ലുക്കിംഗ് അറ്റ് ദ ട്രൂത്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. വൈ യു സെലിബ്രേറ്റിംഗ് സബാ മറിയംസ് ഡെത്ത്? അതിൻ്റെ അകത്ത് റൂത്ത്ലെസ് ആയിട്ട് ആ ലോയർ ചോദിക്കുന്ന ചോദ്യങ്ങൾ സബയുടെ അമ്മയുടെ അടുത്ത് തന്നെ. സോ there were some very, very interesting and very relevant things that were politically, highlighted in the film, which makes every person think, as in നമ്മൾ ഇന്ന് കാണുന്ന ന്യൂസ് നമ്മൾ വിശ്വസിക്കേണ്ട ന്യൂസാണോ, നമ്മൾ ആരാധിക്കുന്ന ആൾക്കാർ നമ്മൾ ആരാധിക്കേണ്ടവരാണോ, റൈറ്റ്? ഞാൻ ഇതുവരെ എന്നെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല, ഇന്ന ക്യാരക്ടർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, മൈ ബോസിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ 2 countries, ഓക്കെ, അത് 2 countries തന്നെ കുറച്ച് സെൻസിറ്റീവ്, ബിക്കോസ് അതിൻ്റെ റീമേക്ക് there were many heroines who were not willing to play a drunk woman. ബൈപോളാർ ഉള്ളതോ അതോ ഡ്രങ്ക് ആയിട്ടുള്ള ഇതോ അതോ എന്തെങ്കിലും തരത്തിൽ അവരുടെ ഇമേജിന്, പേഴ്സണൽ ഇമേജിനെ ടാർണിഷ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഐ എം ലൈക്ക്, അപ്പോൾ അവർ ആർട്ടിസ്റ്റ് അല്ലേ? ദേ ആർ ആക്ടേഴ്സ്. വി ജസ്റ്റ് പാത്രം, വി ആർ എൻ എംപ്റ്റി വെസൽ. അതിനകത്തൊരു ക്യാരക്ടർ കൊണ്ട് ഇടുക എന്നുള്ളത്, അത് റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ഇറ്റ് ഇസ്. സി, ഈ തിയറിയൊക്കെ പണ്ടേ, റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് മൈ കരിയർ ഐ യൂസ് ടു ബിലീവ് ഇൻ ഇറ്റ്. പക്ഷേ എനിക്ക് മനസ്സിലായി ദാറ്റ് as soon as I come into the industry, I cannot do a film like Lanka which people are not going to accept. അത് പിന്നീടാണ് മനസ്സിലായത്. So I was always very open to doing all kinds of character, shades of grey, playing the bad woman, good woman, whatever, playing the real woman. So today we have come to a point where, yes, commercial stuff exists. നമ്മളിപ്പോൾ മറ്റേ dancing around the trees or romantic songs and ഓന ഹിജാബി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്യാം. ബട്ട് അതിന് കമേഴ്ഷ്യൽ മെറ്റീരിയൽ ചെയ്യാൻ ഹീറോയിൻസിന് അതിൻ്റെതായ ബുദ്ധിമുട്ട് വേറെയുണ്ട്. It's a very sensitive topic because as you can see, നമ്മുടെ ഇൻഡസ്ട്രി ഓൾറെഡി ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ നല്ല ലോകത്ത് തന്നെ ഒരു ഡിവിഷൻ ഉണ്ട്. അത് ഇൻഡസ്ട്രിയിലും വളരെ ഡിവൈഡഡ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. സോ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് സൈഡ്സ്. ഇതിൽ I always say that there are 2 sides to one story, right? I won't say, I always feel that when there is something that is wrong, I feel there has been equal participation. Okay, that is my stand in it. Because if I don't invite trouble, I believe that as a matured woman, this does not apply to, because ഞാൻ ഒരു തവണ എവിടെയോ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ someone twisted the dialogue and wrote, so are you saying it is okay to rape a girl child? That is misconstruing. അത് ഞാൻ പറയുന്നത് like you're turning it and ക്രിയേറ്റിംഗ് എ ന്യൂ. പക്ഷെ അതങ്ങ് ആളിക്കത്തി ആ ഒരു ഡയലോഗ്. അത് ഇൻഡസ്ട്രിയിലുള്ളൊരു, ഞാൻ തന്നെ സഹപ്രവർത്തകയാണെന്ന് വിചാരിക്കുന്നോ അതോ എൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് അത് എഴുതി തുടങ്ങിയതും. പക്ഷെ അതങ്ങ് ആളിക്കത്തി, ബിക്കോസ് ദേ ആർ ക്രിയേറ്റിംഗ് അൻ അതർ ഗ്രൂപ്പ്, ഒരു ഓഫ് എന്താ പറയുക, സപ്പോർട്ടേഴ്സ്. സോ ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ദർ ഇസ് എ ഡയറക്റ്റ് അറ്റാക്ക്. അപ്പോൾ അവരെന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതി, ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഇസ്, ഞാനെന്താ സ്ത്രീയല്ലേ? haven't I gone through my own share of imbalances in society? പേട്രിയാർക്കിൻ്റെ ഒരു വിക്റ്റിമാണ് നമ്മളെല്ലാവരും, പെൺകുട്ടികൾ. But it is time to stop thinking that you're the victim all the time. We are not. Be in the forefront of things. അന്ന് the problem is that we were used to, നമ്മൾ തന്നെ സ്വയം പറഞ്ഞതാണ്. ഇപ്പം ഞാൻ at the age of 20-21, I had already told myself that, ഞാൻ 23 ആകുമ്പോഴേക്കും ഞാൻ കല്യാണം കഴിക്കും, 25 ആകുമ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് കുട്ടി ഉണ്ടാവും, 27 ആകുമ്പോഴേക്ക് 30 ആകുമ്പോഴേക്കും ഞാൻ 3 പിള്ളേരുടെ അമ്മയായിരിക്കും. You've told yourself that. അവിടെ നിന്നാണ് മിസ്റ്റേക്ക് വരുന്നത്. സോ ഐ ഫീൽ വെയർ ഇസ് ദിസ് സെൽഫ് വിക്ടിമൈസേഷൻ? അത് ഫസ്റ്റ് നിർത്തണം എന്ന് എൻ്റെ ഒരു ഇത്. ഓഫ് കോഴ്സ് വി ആർ വിക്ടിംസ്. എന്നും വേണമെങ്കിൽ നമുക്ക് കരയാം, നമുക്ക് ഇരിക്കാം, നമുക്ക് കെഞ്ചി പറയാം, ഞാൻ ഇതിൻ്റെ വിക്ടിമാണ്, പ്ലീസ് ഹെൽപ്പ് മീ. ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഐ ഫീൽ ദാറ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മളെ അറിഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ആർ there are good people. I believe both in men and women there are wonderful people around us. I feel that there is also ഇതുണ്ടല്ലോ, നമ്മൾ രാത്രി പുറത്ത് നടക്കുമ്പോൾ women are feeling so unsafe. For some reason I can't fully understand that. I know there are isolated cases are there where women feel unsafe. പക്ഷേ ഞാനും പോയിട്ടുണ്ട് അങ്ങനെ. Why have I not felt it? ഞാൻ ഒരിക്കലും ഒരു റോങ് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ അത് പറഞ്ഞതുകൊണ്ട് മമത യു ആർ ലിവിങ് എ വെരി പ്രിവിലേജ് ലൈഫ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, വിച്ച് ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈ പറയുന്ന ആൾക്കാർ എന്നെക്കാൾ നല്ല പ്രിവിലേജിൽ ഇരിക്കുന്ന ലേഡീസാണ്. ഐ ഫൗണ്ട് ഔട്ട് വെരി റീസെൻ്റ്ലി.
I actually thought they were coming from very lower middle class families. ഭയങ്കര victimized ആയിരുന്നു, കുറേ abuse ഫേസ് ചെയ്ത women ആണ് ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. No, they are very high പൊസിഷനിൽ ഇരിക്കുന്ന ആണുങ്ങളുടെ വൈഫ്സ് ആണ് ഇവരൊക്കെ. Leap in women feeling empowered and men feeling weakened by the same thing. Okay, because I hear a lot of my male friends, they say, I'm so scared to even go and tell her that I like her. Are scared. Why we women പേടിപ്പിച്ച് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ആണുങ്ങളെ. അത് ആവശ്യമില്ല. Control by fear, that is not needed. I feel that is again going to create another imbalance in the society where women are going to be looked at as though we don't even want to be friends with that girl anymore. അത് പാടില്ല. I think we need to exist equally. I feel I'm someone who is very much in balance with the opposite gender. I don't feel threatened or weakened by the opposite gender. I love women. Like I love women, I love men, I love human beings. I love people. Palapuram, when I hang out with my friends, I do hear myself saying that no, I wasn't checking out that guy, I was checking the girl out. You know, like she is so well dressed and she's so beautiful. And we need women also appreciating other women. You know, so I do agree that if something bad happens to a woman which she has zero participation in, that really requires help. Once you're a victim, a genuine victim at all, you have a tendency where all the other people are going to look at you as though you're a victim, which makes you feel like shit again. So what is important is you grow out of that. Okay, then this is over. And you know, I've learned what happened to me. I can speak about it. I'm bold. Come out stronger and live a beautiful life. Be an example to other people who are similar victims, right? It again comes back to participation. And cinema is a professional environment. Okay, I don't understand. ഒന്നാമത് ഇത് പേഴ്സണൽ റിലേഷൻഷിപ്സ് അല്ലല്ലോ. ഇപ്പം ഞാനും മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിക്ടിമൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്ത ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തെടുത്ത് മാത്രം. Okay? And those were in my personal relationships. And I didn't stay in them. Okay? Wherever I felt attacked, where I'm put down, I'm demeaned, physically abused, verbally abused, emotionally abused, or controlled, I have left those spaces. Or you keep an arm's distance. If you don't do that, what happens? You're going to constantly be the victim of the same actions over and over again. Then how can you claim that you are innocent and the other person is the accused? Ennalla oru vibhagam. That is there. I'm saying again, avade equal participation illade adu nadakillayirunnu. Either you have invited some form of trouble, illengil you should be smart enough. So girls atra smart aavanam enna njan parayunnathu. Koodal aalojikkendathundi. It is not about a film opportunity. This is much, it's a longer game to play. Hema Commission la eduttirikkunna kore topics or the things that women are standing up for. I stand up for those same things. People who are speaking are actually looking at some other advantage in speaking about it. That should not happen, because what happens is genuine victims get shut up, in the process. They are forced to keep quiet because they know that the women who are speaking about it is not actually, they have not really faced any problem. We are the ones who are actually facing a problem. It's a very different kind of problem. They're scared to speak about it. It needs to be done in closed doors. You cannot, a genuine victim is not going to come out and speak in public. Okay? That's a process. It's an emotional, it's a very psychological process. It needs to be done slowly. ഇത് എടുത്തടിച്ച് പറയുന്നത് പോലെയൊന്നും പറയാൻ ഒരു ജെനുവിൻ വിക്ടിമിന് പറ്റില്ല, ബിക്കോസ് ദേ ആർ ജെനുവിൻലി വിക്ടിമൈസ്ഡ്. അത് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് എടുത്ത് ചാടി അവർക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു റിസോൾവ് ദി ആക്ച്വൽ ഇഷ്യൂ. I stand by people who are genuinely feeling attacked. That should not happen. That should not exist in cinema. But at the same time, I want to tell women also, be careful. നമ്മുടെ കൺട്രോൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ഒരു തരത്തിലും ഒരു പ്രൊഫഷണൽ എൻവയൺമെൻറ്റിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഐ എം ടെല്ലിങ് യു. ഇൻ എ പേഴ്സണൽ എൻവയൺമെൻറ്റ് ഡെഫിനറ്റ്ലി ദ ചാൻസസ് ആർ വെരി ഹൈ. So why get personally involved in a professional environment is my first question. And a lot of that is happening. Okay. So when you become a victim of a place where you have engaged yourself, wantingly or unwantingly, wantingly alla ellarum engage cheyullu, unwantingly aaru avada povillalo. So
then get into trouble, then become victims of that എന്നുള്ളത് എനിക്ക് ഒരു വലിയ യോജിപ്പില്ല. It's very important to brace yourself in any environment. This is where women are using the mind to be more intelligent, to be more steadfast in understanding. ഞാനിപ്പോൾ എൻ്റർ ചെയ്യുന്നത്, ഞാൻ ഇപ്പം സംസാരിക്കാൻ പോകുന്ന ആളുടെ പൾസ് എന്താണ്, എനർജി എന്താണ്, അയാൾ എങ്ങനെയാണ് നോക്കുന്നത്, ഇതൊക്കെ വീക്ഷിക്കാനുള്ള ബുദ്ധി, കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിക്കുണ്ട്. If you keep believing that I am the victim, that incident is again going to happen to you. Because നമ്മളൊരു വീക്കർ പൊസിഷനിലാണ് നമ്മൾ നമ്മളെ തന്നെ വെച്ചിട്ടുള്ളത്. Grow above that incident. ഞാനും അതൊക്കെ അണ്ടർഗോ ചെയ്തിട്ട് തന്നെയാണ് I'm standing up today. If the WCC is really able to make a wave of change and stand up for victims in a genuine manner, not in a way where each of the individuals on the WCC are the ones who are taking the cake, they're walking away with the cake. As long as that is not happening and they're there from inside, from the manasum, ellam undum, and to create a difference, then more than welcome, it should go on.